അയോധ്യയിലേക്ക് ഇത്തവണ പോകുന്നു. ഞാൻ ഒരു ദിവസം മുമ്പും അയോധ്യയിൽ പോയിട്ടുണ്ട്. മുൻപ് അയോധ്യയിലേക്ക് പോയതൊക്കെ തീവണ്ടിയിലും ബസ്സിലും ഒക്കെ അറിയും. തീവണ്ടിയിലോ ബസ്സിലോ യാത്ര ചെയ്യും. ആ പ്രദേശമായിട്ട് നമുക്ക് നല്ലൊരു കണക്ഷൻ കിട്ടും. ആ രാജ്യം എങ്ങനെയാ, അവിടുത്തെ രാഷ്ട്രീയം എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും ഇവരുടെ യാത്രയിൽ. വഴിവക്കത്ത് കാണുന്ന കെട്ടിടങ്ങള്, പോസ്റ്ററുകള്, ആളുകള്, കുറെയൊക്കെ നടന്നു പോകേണ്ട സ്ഥലങ്ങളുണ്ടാവും. സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ശീലിച്ച കാലത്താണ് പണ്ട് ആദ്യമായിട്ട് അയോധ്യയിലെ ആകാശം പേപ്പട്ട് നോക്കണം. ആകാശം കൊണ്ട് കാര്യമില്ല, അതെനിക്ക് സുഖലതമാണ്. കരയൂ തീരത്ത് മണ്ണിൽ ചവിട്ടി നടന്ന അനുഭവം അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. മണ്ണിൽ ചവിട്ടി നടക്കുക തന്നെ പ്രസവ കൊടി ഭൂമി ദേവിയായിട്ട് ഐക്യം ഉണ്ടാകും. ആ മണ്ണിൽ ചവിട്ടി സരയൂ തീരത്ത് നടക്കും. വഴിയിൽ കച്ചവടക്കാരുണ്ടാവും. അവിടുത്തെ ആളുകള്, അവിടേക്ക് വരുന്നവരൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര ആണ്. കാലം എത്ര കഴിഞ്ഞാലും അവിടുത്തെ വസ്ത്രധാരണം കാണുമ്പോൾ ആ പഴമയെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഒരു കാര്യം അയോധ്യയിലേക്ക് ഇത്തവണ പോകുമ്പോൾ ആലോചിക്കും, എത്രയോ സ്ഥലങ്ങൾ നമ്മൾ പുണ്യസ്ഥലമായിട്ട് കരുതുന്നുണ്ട്. അവിടെ ജനിച്ചവരില്ല. അവിടെ ജനിച്ചവരിൽ ഉദ്ഘാടനം ചൂലാക്കിയവർ ധാരാളം ഇവിടെയൊക്കെ ജനിച്ചവർ. പുണ്യതീർത്ഥത്തിന്റെ കരയിലാണ് അവര് ജനിച്ച് വളർന്നിരിക്കുന്നത്. വികലാംഗരുണ്ട്, അവിടെ പോലീസ് സ്റ്റേഷനുണ്ട്, കൊലപാതകമുണ്ട്. എങ്ങനെയാണ് ആ സ്ഥലം പുണ്യസ്ഥലാവുക? അതിന്റെ ഉത്തരം നാം കണ്ടുപിടിക്കും. ആ സ്ഥലത്തിന്റെ പ്രാധാന്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സും ആ സ്ഥലവുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടണം. ഏത് കാര്യവും അങ്ങനെയല്ലേ? രക്തബന്ധത്തെക്കാൾ ശക്തി ഉടമ്പടി ബന്ധത്തിനല്ലേ? ആ ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഈ സ്ഥലം ഇന്നതാണ്. ടെലിവിഷന്റെ അകത്ത് പാറ്റ, കൊതുവൊക്കെ ജനിച്ച് വളർന്നുണ്ടാവും. അവര് പറയാ നമ്മളെ കുറിച്ച് എന്താ, ഇതിനകത്തൊന്നുമില്ല. ഒരു ഗുരുനാഥം വഴി റിമോട്ട് കൺട്രോൾ പ്രവർത്തിക്കാൻ നാം പഠിച്ചാൽ അതിൽ നിന്ന് എന്തെല്ലാം ചിത്രങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഒരു ഗുരുനാഥൻ വഴി, ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ താടി വെച്ച ഒരാളെന്ന അർത്ഥത്തിൽ ഗുരുനാഥൻ വഴി നമ്മളത് മനസ്സിലാക്കി ആ സ്ഥലവുമായിട്ടൊരു ഹൃദയബന്ധം നമുക്കുണ്ടാകണം. ആ ഹൃദയബന്ധം ഉണ്ടാകുമ്പോഴാണ് ആ യാത്ര നമുക്ക് പല അനുഭൂതികളും തരിക. അങ്ങനെ ഇത്തവണ അതിൽ നിന്ന് മാറി ഫ്ലൈറ്റിൽ പോകാനായിട്ട് നിശ്ചയിച്ചു. കുടുംബാംഗങ്ങൾ മുഴുവനുണ്ട്. പാലക്കാട് സത്യസായി സംഘടനയുടെ പ്രധാനപ്പെട്ട വ്യക്തിയായ പ്രഭാകരൻ സാറുണ്ട്. ആധ്യാത്മിക പ്രഭാഷകൻ പട്ടാമ്പി ഗോപകുമാർ, അങ്ങനെ പല ബന്ധുക്കളും കൂടെ ഉണ്ട്. ടിക്കറ്റ് കിട്ടിയത് കോയമ്പത്തൂരിൽ നിന്നാണ്, ഫ്ലൈറ്റിൽ.
അപ്പൊ ഇവിടുന്ന് കോയമ്പത്തൂർക്ക് ആദ്യം പോകേണ്ടി വന്നു. തലേ ദിവസം ഉച്ചക്കുള്ള ഏതോ എക്സ്പ്രസ് ട്രെയിനിന് കോയമ്പത്തൂർ പോയി എയർപോർട്ടിന് അടുത്തുള്ള ഒരു ലോഡ്ജിൽ താമസിച്ചു. ധാരാളം കവിതകൾ എഴുതുന്ന കവയിത്രിയായിട്ടുള്ള ജയശ്രീ കിഷോറുണ്ട്. അങ്ങനെ കുടുംബക്കാരൊക്കെ ഉണ്ട്. രാവിലെ 8:30 മണിക്കായിരുന്നു ഫ്ലൈറ്റ് എന്നാണ് തോന്നുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് ഫ്ലൈറ്റ് നേരിട്ട് അയോധ്യയിലേക്കല്ല, ലക്നോ വരെയാണ് ടിക്കറ്റ് കിട്ടിയത്. പക്ഷെ ലക്നോ മുതൽക്ക് അയോധ്യ വരെയുള്ള ആ യാത്രയിൽ, ടാക്സി എടുത്തുള്ള യാത്രയിൽ കുറെ കാര്യങ്ങൾ കാണാം, മനസ്സിലാക്കാം എന്ന് വിചാരിച്ചു. ഫ്ലൈറ്റ് കയറി ബാംഗ്ലൂരിൽ നിന്ന് വിമാനം മാറി കയറണം. ലക്നോ വരെ അല്ല. ലഗേജ് മുഴുവൻ അതിൽ നേരിട്ടിട്ട് കൊടുത്ത് ഏൽപ്പിക്കാം. ലക്നോന്ന് നമ്മൾ വാങ്ങിയാൽ മതി. ലെസ് ലഗേജ് മോർ കംഫർട്ട് മേക്ക് ട്രാവൽ എ പ്രഷർ. എപ്പോഴും ഭാരം കുറയ്ക്കുക, ഭാരം കുറയ്ക്കുമ്പോ യാത്ര സുഖമാവും എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആലോചിക്കും. ഇടയ്ക്കിടയ്ക്ക് ഈ വണ്ടിയിൽ എഴുതി വെച്ച് കണ്ടപ്പോ ചെറിയ കുട്ടിയായിരിക്കുമ്പോ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ, ഇതെന്താ ചെയ്യണമെന്ന്. എന്തും കുറയ്ക്കുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകുന്നതുകൊണ്ട് വീട്ടിലത്തെ കാര്യം എന്താ വെച്ചാ പരമാവധി പ്രാരാബ്ദങ്ങൾ കുറയ്ക്കുക. എപ്പോ വേണമെങ്കിൽ വീട് കൂട്ടി പോകാമല്ലോ. അതനുസരിച്ച് വളർത്തുമൃഗങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാം. ഇപ്പൊ ഇതിനിടയ്ക്ക് ഭാര്യയ്ക്ക് ഒരു പൂച്ചയോട് ഭയങ്കര സ്നേഹം, അതിനെ വളർത്തിയിരുന്നു. ഏതായാലും അതിനെ അടുത്ത വീട്ടില് ഏൽപ്പിച്ചിട്ട് ആഹാരം കിട്ടാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി. സൈക്കിളില്ല, വാഹനങ്ങളൊന്നുമില്ല, കാറില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു ഉദ്യോഗം അതും എനിക്കില്ല. ഇതൊക്കെ ഭാരം കുറഞ്ഞതായിട്ട് അനുഭവിച്ചു. ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങി. ഇനി അവിടുന്ന് ലക്നോയിലേക്ക് പോകണം. എയർപോർട്ടിൽ നിന്ന് മാറുമ്പോ ആദ്യമായിട്ട് യാത്രക്കൊക്കെ വരുന്നവർ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. എന്റെ കൂടെ യാത്ര ചെയ്യുന്നതിന് കാരണം ഒരു എക്സിസ്റ്റ് കണ്ടപ്പോ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്കോട്ട് പോയി. ഞാനും വിചാരിച്ചിരുന്നത് അടുത്ത ഫ്ലൈറ്റിന് 3 മണിക്കൂർ താമസം ഉണ്ടെങ്കിൽ പുറത്തു പോയിട്ട് ആഹാരമൊക്കെ വേണമെങ്കിൽ കഴിച്ചു വരാമല്ലോ എന്ന് ഞാനും വിചാരിച്ചിരുന്നു. പക്ഷെ അവിടേക്ക് പുറത്തേക്ക് കിടന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇനി അകത്തേക്ക് കയറണമെങ്കിൽ ഈ ആദ്യം പണ്ട് നടത്തിയ ചെക്കപ്പ് മുഴുവൻ നടക്കണം. സകല ചെക്കപ്പും ഐഡന്റിറ്റി കാർഡ് വെരിഫിക്കേഷനൊക്കെ. ആ പുറത്തേക്ക് ഇറങ്ങിയ ആള് ബുദ്ധിമുട്ടി എന്നാണ് പറഞ്ഞത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് പോക്കറ്റ് പരിശോധിച്ചു. ഞാൻ എന്റെ തന്നെ, കാരണം അവിടുന്ന് നമ്മുടെ നാട്ടിലെത്താനുള്ള ടിക്കറ്റ് കാശ് പോക്കറ്റിലുണ്ടോ എന്നാണ് ആദ്യം ആലോചിച്ചത്. മാത്രമല്ല എയർപോർട്ടില് അത്ര വലിയ ക്യാൻറ്റീനുകൾ ഇല്ല. നമ്മുടെ എയർപോർട്ടുകളിലൊക്കെ 3-4 ആളെ ആണ് കഴിക്കാനായിട്ട് വരിക. വളരെ വലിയ ചാർജാണ് ഈടാക്കുന്നത് എന്നുള്ളത് ആരും സമ്മതിക്കും. എയർപോർട്ടിലെ ആഹാരത്തിനോ ഒരു ചായ കുടിച്ചാലോ വാങ്ങുന്ന കാശ് ഇത് സംസാരിക്കുന്ന അവസരത്തിൽ എന്തോ മാറ്റം വരുത്താൻ പോകണു എന്നൊക്കെ പറഞ്ഞു വിട്ടുവാരോ. അതിഭീകരമായ കാശായതുകൊണ്ട് എത്ര കാശ് കയ്യിൽ വെച്ചാലും എയർപോർട്ടിൽ നിന്ന് ആഹാരം കഴിക്കുമ്പോ ഭയങ്കരമായിട്ട് കാശ് ചെലവാകും. അവിടെ നിന്ന് ലക്നോ ഫ്ലൈറ്റിൽ കയറി. നമുക്കറിയാമല്ലോ, ഫ്ലൈറ്റിൽ ഇരുന്നാൽ ആ വെളുത്ത മേഘങ്ങൾ കുറെ കാണാമെന്നല്ലാതെ വലിയ കാഴ്ചകളൊന്നുമില്ല. ഒരു കാഴ്ചയും ഇല്ല.
പക്ഷെ മനസ്സുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. എവിടേക്കാണ് പോകുന്നത്? അയോധ്യയിലേക്കാണ്. അയോധ്യയുടെ പ്രത്യേകത എന്താ? ശ്രീരാമന്റെ ജന്മസ്ഥലമാണ്. ആ ശ്രീരാമൻ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംസ്കാരം, ദശരഥൻ 10 തലമുറകളായിട്ട് ഇക്ഷ്വാകു വംശത്തിലെ പാരമ്പര്യം, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പരിവർത്തനങ്ങൾ, ഇതൊന്നും അറിയാത്തവരിലും ഇവർ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതൊന്നും അറിയാത്തവരിൽ രാമൻ എന്നുള്ള പേരെ കേൾക്കാത്തവരുണ്ടെങ്കിൽ അവരെ വരെ രാമൻ സ്വാധീനിച്ചിട്ടുണ്ട്. ആ സ്വാധീനിച്ച വിവരം അറിയില്ല. അത് ഭാരതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അത്രയും ചിന്തിച്ചിട്ട് വൈകുന്നേരം 3 മണിക്ക് ലക്നൌവിൽ ഇറങ്ങി. ഇനി അവിടുന്ന് ഒരു വാഹനത്തില് അയോധ്യയിലേക്ക് പോകാം, സ്ഥലങ്ങൾ കാണാം. ലക്നൗ ടു അയോധ്യ എങ്ങനെയാണെന്നുള്ള സങ്കല്പത്തിൽ വിമാനമിറങ്ങി. ബാക്കി നാളെ പറയാം. നമസ്കാരം.